ഗായ്സ്, അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ. അവർ നാലുപേരും ആ ഓട്ടോറിക്ഷ ഒരു 2.5 കിലോമീറ്റർ നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിനടുത്ത് തിരിക്കുകയാണ്. ആ കാണുന്നതാണ് അമ്പലം. ആ പെയിന്റിംഗ് പരിപാടി നടക്കാൻ തോന്നുന്നുണ്ട്. ഗായ്സ്, 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോഴേക്കും ഇവിടെ വെള്ളം പൊങ്ങി കണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ ഒരുമിച്ച് പെയ്താലോ. മധുര മീനാക്ഷി ടെമ്പിളിൽ ദർശനം കഴിഞ്ഞ് എല്ലാവരും ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോവാണ്. ഈ ഒരു ഒറ്റ ഓട്ടോറിക്ഷയിൽ വന്നിരിക്കുകയാണ് ഇവിടേക്ക്. നമ്മുടെ ഹോട്ടൽ താജ്. പഴനിക്ക് പോകുന്ന വഴിയിൽ 11 മണിയായപ്പോഴേക്കും ഞങ്ങളൊരു ഹോട്ടൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഹോട്ടൽ സന്ധ്യ. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് അവസാനം നമ്മൾ കണ്ടെത്തിയ സ്ഥലം ഇതാണ്. ഇവിടെയൊക്കെ ഹോട്ടൽസ് ഒരുപാടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടാൻ ഇച്ചിരി പാടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലേ കയറിയത്? ചോറായിക്കണേ. അങ്ങനെ 2:40 ആയപ്പോഴേക്കും നമ്മൾ പഴനിയിലെത്തിയിരിക്കുകയാണ്. അതാണ് പഴനിമല. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തല മുണ്ടനം ചെയ്യാം. ആച്ചിയുടെ തല മുട്ടയടിക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്. നന്നായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ വന്നത് പഴനിമലയുടെ പുറകിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയിൽ കയറി മുൻവശത്ത് പോവാണ്. കോയമ്പത്തൂർ പോകുള്ളത് കൊണ്ട് നമ്മൾ മുകളിൽ കയറുന്നില്ല. നമ്മൾ ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട്ടുകാർ നമ്മുടെ ഇന്ന് പൈസ ഒരുപാട് മേടിക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ ഫ്രീ ആയിട്ട് കുറച്ച് സാധനങ്ങൾ തരുന്നുണ്ട്. അമ്മയ്ക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫ്രീ ആയിട്ട് ബസ് തന്നില്ലേ? അതിനാണ് നമ്മുടെ ഇന്ന് വേറെ പല ഇതിൽ കാശ് മേടിക്കുന്നത്. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പണ്ട് ഇതിൽ നടക്കാൻ പോലും അറപ്പ് തോന്നുമായിരുന്നു. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ കിടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പം നോക്കിയേ, ഇപ്പം വെയിൽ കൊള്ളാണ് നടക്കാൻ പന്തൽ കിട്ടിയിരിക്കുന്നു. അതിന് തൊട്ടിപ്പുറത്ത് ഫ്രീ ബസ്. ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ വേണം. എല്ലാ ഗവൺമെൻറ് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ നല്ല രീതിയിൽ ഡെവലപ്പാവും. ഇതങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു പോവാണ് വീണ്ടും വണ്ടിയിൽ. എന്നെക്കാളും വലിയതിനേക്കാളും മുമ്പ് അവർ കയറിയതാട്ടോ. അവർ ഇപ്പം പുറകിലായി. ഞങ്ങൾ ആദ്യം എത്തി. ഞങ്ങളെക്കാളും മുമ്പ് കയറിയത് അവിടെ നമ്മൾ ഇറങ്ങണുള്ളൂ കണ്ടോ. പക്ഷെ അവരെല്ലാവരും ഒരുമിച്ചതിൽ വന്നു. ഇനിയാണോ വന്നപ്പോഴും പഴനിമല കയറിയില്ല, ഈ തവണയും കയറിയില്ല. എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞാണ് നമ്മൾ പ്ലാൻ ചെയ്തില്ല. എന്നാലും അല്ല, നമ്മൾ മറ്റുള്ള മുരുകൻ്റെ അമ്പലങ്ങളിൽ പോയല്ലോ. നമ്മളെപ്പോഴും വരണതല്ലേ. മുരുകൻ നമ്മുടെ സ്വന്തം ആണല്ലേ. മറ്റൊന്നും നമ്മള് പോവാറില്ല അധികം. അതുകൊണ്ടാണ്. അല്ലാതെ മുരുകൻ ഇപ്പൊ വിളിക്കാത്തോടായിരിക്കില്ലേ? അല്ലല്ലേ. മുരുകൻ നമ്മുടെ എപ്പോഴും ഉള്ള ആളല്ലേ. പിന്നെ വന്നായെന്ന് പറഞ്ഞു. അതാണ് പിന്നെ വന്നായെന്ന് പറഞ്ഞു. ആണോ ഗായ്സ്? പഴനി കയറാൻ പുതിയ എൻട്രൻസ് ആണ് ഇപ്പൊ ഇത്. ആച്ചി വഴി തെറ്റിച്ച് കൊണ്ടുവന്നാണെങ്കിലും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കച്ചവടക്കാര് തനി മലയാളി. ഗായ്സ്, അപ്പം നമ്മൾ പഴനിയിലെ താഴെ നിന്ന് തൊഴുതു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കോയമ്പത്തൂർ ആദിയോഗിയുടെ അടുത്തേക്ക് പോവാണ്. ഒരു ചായ കുടിക്കാൻ വന്നതാണ്. ചായ കുടിക്കാൻ വന്നപ്പോൾ ഇവിടെ കടയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ആച്ചി വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദിയോഗിക്ക് പോണ വഴിക്ക് ഇവിടെ ഒരു ബേക്കറിയിൽ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:30 ആവുന്നു.
ആദിയോഗിയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കിയേ, നല്ലൊരു വീഡിയോ എടുക്കട്ടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയേക്ക്. ഗായ്സ്, ആദിയോഗിയുടെ ഫ്രണ്ടിൽ അമ്മ, അമ്മാമ്മ, വല്യമ്മച്ചി, പക്ഷെ 3 പെണ്ണുങ്ങളും ഉണ്ടല്ലോ. ഗായ്സ്, ആദിയോഗിയിൽ എത്തിയപ്പോൾ അമ്മാമ്മ എന്നെ എടുത്തുകൊണ്ട് പോവാണ്. അമ്മ മാറിന്നേ ഞാൻ. ഗായ്സ്, അപ്പോൾ നമ്മൾ ആദിയോഗിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളികളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നടന്നു കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു മലയാളികൾ സംസാരിക്കുന്നതാണ്. അതാ നോക്കൂ, ആദിയോഗി എൻ്റെ കൈവെള്ളി. അപ്പോൾ 7 മണി അവറായി. ഇപ്പോൾ 6:58. ഇപ്പം തന്നെ ഇവിടെ ലൈറ്റ് ഷോ തുടങ്ങും. വെല്ലിച്ചിലൂടെ പാട്ടുപാടാണ്. അച്ഛനോടെ ഒരു കിടിലം പാട്ടുപാടി കഴിഞ്ഞു കേട്ടോ. ഗായ്സ്, അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇപ്പം തന്നെ ലൈറ്റ് ഷോ തുടങ്ങുന്നതാണ്. അവിടെ പാട്ട് കഴിഞ്ഞിട്ടില്ല. ഈ 1/2 മണിക്കൂറത്തെ ക്ലാസ്സിന് ശേഷം ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആഴ്ച 1/2 മണിക്കൂറായിട്ട് ക്ലാസ് എടുത്തിട്ട് എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആദിയോഗിയുടെ അടുത്ത്. അയ്യോ, എഴുന്നേറ്റിരിക്കരുന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കും ആൾക്കാർ. എന്ത് ചെയ്യാണ്? Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adiyogi. And hence he is the Ardhanari, the ideal man, where one half of him is woman. ശിവപാർവതി. എങ്ങനെയുണ്ടാകും എക്സ്പീരിയൻസ്? ലൈറ്റ് കണ്ടതിന്റെ എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? യോഗ ചെയ്യൂ നീ? യോഗ ഭക്തിയുടെ ആനന്ദം നൽകുന്ന, ഏറ്റവും മനസ്സിനെ സുഖപ്പെടുത്തുന്ന ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ആദിയോഗി സന്നിധിയിലുള്ളത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ആദിയോഗി സന്നിധിയിൽ എത്തുന്നത് നമ്മുടെ മനസ്സിന് വളരെ ആനന്ദവും സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അതാണ് ഏറ്റവും അനുഭവം. എങ്ങനെയുണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ആദിയോഗി ദിവ്യദർശനത്തിലൂടെ യോഗയുടെ പ്രസക്തിയാണ് മനസ്സിലാക്കി തന്നത്. യോഗയുടെ പ്രസക്തി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് യോഗ ചെയ്യുന്ന ഒരാളാണ്. യോഗ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സമാധാനം, പിന്നെ അതുപോലെ എല്ലാ രോഗങ്ങളും മുക്തി. അതൊരു എക്സസൈസാണ്, എല്ലാത്തിനും ബുദ്ധിക്കും ശക്തിക്കും നല്ലതാണ്. അപ്പോൾ യോഗ എല്ലാവരും ചെയ്യണം. ആ ഒരു സന്ദേശമാണ് ഇപ്പോൾ ആദിയോഗി ദിവ്യദർശനത്തിലൂടെ പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഇത് ജീവിതത്തിലെ ഒരു എന്താ പറയാ, ആദ്യ സംഭവം. ഇത് ആരും കാണാതിരിക്കാൻ നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ. ആദ്യം അനുഭവമൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. ആദ്യം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ഈ എന്താ പറയാ, ഒരു ഡിവോഷണൽ ടൈപ്പാണ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും
ഇത് വൺ ടൈം എങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട് ആദിയോഗിയിൽ. കോയമ്പത്തൂരിൽ അടുത്താണ്. എന്തായാലും നിങ്ങൾ വൺ ടൈം എങ്കിലും ഇവിടെ വന്ന ഈ ഒരു ലൈറ്റിനിങ് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു. ഇത്തിരിത്തെ ഫുഡിങ്ങിന് വേണ്ടിയിട്ട് വാളയാറ് കഴിഞ്ഞൊരു ഹോട്ടലിൽ കയറിയതാണ്. എല്ലാവരും ഫ്രൈഡ് റൈസ്, പനീർ ബട്ടർ മസാല, മഷ്റൂം മസാല ഒക്കെ കഴിച്ചിരിക്കുകയാണ്.